ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ഒരു കിടിലൻ ട്രെൻഡിങ് ഡേ ആയിരുന്നു. ഉഗ്രൻ ട്രെൻഡിങ് ഡേ എന്ന് പറഞ്ഞാൽ കിടിലൻ ട്രെൻഡിങ് ഡേ ആയിരുന്നു. ഈ ബാങ്ക് നിഫ്റ്റി 48,000 ഈ 300ന്റെ ഭാഗത്തൊക്കെ നിന്ന് മാർക്കറ്റ് 50-600ന്റെ ഭാഗത്തേക്കാണ് ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ട് വന്നിരിക്കുന്നത്. 48,000 ഭാഗത്ത് നിന്ന് സാധനം 50,600ന്റെ ഭാഗത്തേക്ക് സ്പോട്ട് വന്നിരിക്കുന്നു. കിടിലം. അതായത് നേരത്തെ എവിടുന്നാണ് അടി തുടങ്ങി 50,641 ഭാഗത്താണ് കഴിഞ്ഞ ഫെബ്രുവരി ബഡ്ജറ്റ് കഴിഞ്ഞ ആ ഒരു വീക്കിൽ അടി തുടങ്ങിയത്. ആ അടി തുടങ്ങി തിരിച്ച് താഴേക്ക് ഇറങ്ങി 47,600ന്റെ ഭാഗത്തേക്ക് വന്ന് തിരിച്ച് അതേ സ്പീഡിൽ തന്നെ മാർക്കറ്റ് കയറി 50,600 വരെ പോയിരുന്നു. കഴിഞ്ഞ ആഴ്ച കിടിലൻ ട്രേഡിംഗ് ഡേ വീക്കായിരുന്നു നമുക്ക് എൻഡ് ചെയ്തത്. നമ്മൾ ഡെസ്റ്റിനേഷൻ ട്രേഡിങ്ങിന് വേണ്ടിയൊക്കെ ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ട്. അത് ഞാൻ ഈ വരുന്ന വീഡിയോയുടെ അവസാനം ഞാനത് പറയുന്നുണ്ട്. സോ ഒരു അടിപൊളി ട്രേഡിംഗ് വീക്കായിരുന്നു ബാങ്ക് നിഫ്റ്റിയും കടന്നു പോയത്. നിഫ്റ്റി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിഫ്റ്റിയും കിടിലം അതേപോലെ എവിടെ നിന്നാണോ അടി തുടങ്ങിയത് ആ അടി തുടങ്ങിയ ഭാഗത്ത് തന്നെ കപ്പ് മേടിക്കാൻ വേണ്ടി നിഫ്റ്റി തിരിച്ചു വന്നു. കൃത്യം പറഞ്ഞ ഒരു ട്രെൻഡിങ് വീക്കായിരുന്നു നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിയും. എവറി ഡേ പുതിയ ഹൈ മേക്ക് ചെയ്ത് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും പോയ ഒരു കിടിലം വീക്കായിരുന്നു കഴിഞ്ഞ ആഴ്ച കടന്നു പോയത്. എല്ലാവർക്കും നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് കിട്ടി എന്നാണ് എൻ്റെ ഒരു വിചാരം. ലെവലൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്തുള്ളവർ ആണെങ്കിൽ കൃത്യമായി നിങ്ങൾക്ക് ട്രേഡിങ്ങിൻ്റെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പലരും എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു, സാറേ എനിക്ക് ഇത്ര പ്രോഫിറ്റ് കിട്ടി ഇത്ര കിട്ടി എന്നൊക്കെ പറഞ്ഞ് കിടിലം പ്രോഫിറ്റ് ഒക്കെ മെസ്സേജ് അയച്ച ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ട്രേഡ് ഫ്ലോറിലുള്ളവർക്കെല്ലാം കിടിലൻ ദിവസം കൂടെ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച കടന്നു പോയത്. അപ്പോൾ ഈ വരാൻ പോകുന്ന ആഴ്ച നമ്മൾ തിരിച്ച് നിഫ്റ്റി എവിടെയാണ് അടി തുടങ്ങിയത് 11 ഫെബ്രുവരിക്ക് തുടങ്ങിയ അടി. നിഫ്റ്റി പക്ഷേ കൃത്യമായി പറയുകയാണെങ്കിൽ 7 ഫെബ്രുവരി എന്ന് പറയുമ്പോൾ ഇതാണ് അടി തുടങ്ങിയത് 23,600 ഭാഗത്തേക്ക്. അതാണ് ഞാൻ എൻ്റെ ക്യാപ്ഷനിൽ നിഫ്റ്റി 23,600 വരുമോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ആ ഒരു ക്യാപ്ഷൻ വച്ചതിൻ്റെ ഉദ്ദേശം 7 ഫെബ്രുവരിക്കാണ് നമ്മൾ ആക്ച്വലി അടി തുടങ്ങിയത്. നിഫ്റ്റി 23,690 700 കിടന്ന അടി അവിടെ തുടങ്ങി വന്ന് 22,000ന്റെ ഭാഗം 21,990യുടെ ഭാഗം 22,000ന്റെ ഭാഗത്തേക്ക് നിഫ്റ്റി കൃത്യമായിട്ട് വന്നായിരുന്നു. അതേപോലെ ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി 50,641 ഇറങ്ങിയോ 47,700ന്റെ ഭാഗത്തേക്ക് കൃത്യമായി നമ്മൾ ബാങ്ക് നിഫ്റ്റി അടി തുടങ്ങിയ അവിടെ എക്സാക്ട്ലി തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി 23,600ന്റെ ഭാഗത്തേക്ക് ചെറിയൊരു ചാൻസ് ഒരു പുൾ ബാക്കും കൂടെ ഞാൻ കാണുന്നുണ്ട്. അത് നാളത്തെ മാർക്കറ്റിൽ എങ്ങനെ ബാധിക്കുമെന്നൊക്കെ നോക്കിയിട്ടായിരിക്കും വരുന്നത്. രണ്ടാമത്തെ കേസ് നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും, കഴിഞ്ഞ ആഴ്ച നിഫ്റ്റി കയറാനുള്ള ഏക കാരണം എന്ന് വെച്ചാൽ നിഫ്റ്റി കൃത്യമായിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ നിഫ്റ്റി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നിഫ്റ്റിയിൽ എന്തുവാണ് നമ്മുടെ ഒന്നുമല്ല US-ന്റെ ഫെഡ് സജസ്റ്റഡ് എന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള 2 റേറ്റ് കട്ട് വരുന്നുണ്ട്. ഈ പ്രാവശ്യം അവർ കുറച്ചിട്ടില്ല, ഇനി 2 റേറ്റ് കട്ട് മാർക്കറ്റിലേക്ക് വരും. അങ്ങനെ 1-2 കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ നമ്മൾ രണ്ടാമത്തെ കേസ് നമ്മൾ 23,000 എന്ന് പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് ട്രെൻഡിങ് മാർക്കിന് മുകളിൽ മാർക്കറ്റ് ക്ലോസ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മാർക്കറ്റ് എന്താണ് ഒരു ട്രെൻഡിങ്ങിൻ്റെ ഒരു കൃത്യമായ ഒരു സിഗ്നലൊക്കെ മാർക്കറ്റ് തന്നപ്പം US-ന്റെ ഫെഡിൻ്റെ ഒരു പോസിറ്റീവ്സ് ഉണ്ട്. രണ്ടാമത് വേൾഡിൽ വേറെ ഇഷ്യൂസ് ഒന്നും തൽക്കാലത്തേക്ക് ട്രംപിൻ്റെ വട്ടുപിടിച്ച ഈ ട്വിറ്റർ പ്രഖ്യാപനങ്ങളൊന്നും ഇല്ലാത്തതും കൂടെ കൊണ്ടാണ് പൊതുവെ മാർക്കറ്റ് ഒന്ന് കയറിയത്. അപ്പം നിങ്ങൾക്ക് കൃത്യം മനസ്സിലാകാൻ പറ്റും മാർക്കറ്റ് കയറി അങ്ങനെ ആ ഒരു കാരണങ്ങളെ കൊണ്ടാണ് കൃത്യമായിട്ട് കയറിയാണ്. ഈ വരാൻ പോകുന്ന നെക്സ്റ്റ് വീക്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് നമുക്ക് നാളെ മൺഡേയിൽ സിംഗപ്പൂർ മാർക്കറ്റ്, മലേഷ്യൻ മാർക്കറ്റ്, സിംഗപ്പൂർ, മലേഷ്യൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത ആഴ്ച ഇപ്പോൾ വരാൻ പോകുന്ന നാളെ മൺഡേ 24th തൊട്ട് തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ഗ്ലോബൽ മാനുഫാക്ചറിങ് PMIയും സർവീസസ് PMIയും വരുന്നുണ്ട്. അത് നാളെ കാലത്ത് 10:30 മണിക്കാണ് നമ്മുടെ മാർക്കറ്റിൽ ആ ന്യൂസ് വരുന്നത്. അതിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. കാരണം പല കമ്പനികളുടെയും സർവീസ് സെക്ടറും IT സെക്ടേഴ്സൊക്കെ വരുന്നത് ഈ സർവീസ് സെക്ടറിലും മാനുഫാക്ചറിങ് കമ്പനികളൊക്കെ ഈ മൈനിങ് കോൾ എല്ലാം മാനുഫാക്ചറിങ് ആണ്. അപ്പോൾ അതിൻ്റെ എല്ലാം ഈ പ്രൈസ് മാനുഫാക്ചറിങ് ഇൻഡെക്സ് പോസിറ്റീവായി വരികയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ വർഷത്തെക്കാട്ടിയും കൂടുതലായി വരുവാണെങ്കിൽ അത് നമ്മുടെ മാർക്കറ്റ് എക്കണോമി തിരിച്ച് റിവൈവായി വരുന്നത് നമ്മൾ ഇനിയും GDP കൂടാനുള്ള ചാൻസ് ഒക്കെ കാണുന്നുണ്ട്. ഗവൺമെൻറ്റിന് കുറച്ചുകൂടെ പോസിറ്റീവായ കാര്യങ്ങളിലേക്ക് വരാനുള്ള കാര്യങ്ങളും വരാൻ പോകുന്നു. അതുകൂടാതെ സെബിയുടെ ഒരു നോംസ്, അതായത് FPIയുടെ നോംസ് കുറച്ചും കൂടെ
ഈസി ആക്കാനുള്ളത് സെബി വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ചെറിയൊരു റൂമർ നമ്മളെ മാർക്കറ്റിൽ പരക്കുന്നുണ്ട്. അത് അങ്ങനെ ഒരു പോസിറ്റീവായ സ്ട്രക്ചർ സെബിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ FISന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ചെറിയൊരു തിരിച്ചുവരവ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നലെ അവർ നല്ലൊരു 17,000 കോടി രൂപയ്ക്ക് ഇന്നലെ മേടിച്ചിട്ടുണ്ടായിരുന്നു. മെനിങ്ങാന്ന് FIS കുറച്ച് 13,000 കോടിക്ക് മേടിച്ചു. അതേപോലെ നമ്മുടെ നാളെ വൈകിട്ട് 7:05 ആകുമ്പം അമേരിക്കയുടെ തന്നെ സർവീസസിൻ്റെയും മാനുഫാക്ചറിങ്ങിൻ്റെയും PMI ഡേറ്റ വരുന്നുണ്ട്. നമ്മൾ ഇന്ത്യ വരുന്നത് തന്നെ വരുന്നത്. അപ്പം നാളെ രണ്ട് കാര്യങ്ങളും നമ്മുടെ അമേരിക്കൻ മാർക്കറ്റ് റിവൈവ് ആവണോ, അങ്ങനെ പിന്നെ FOMCയുടെ ബോസ്റ്റിക് മെമ്പർ ഒരാൾ സംസാരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ രണ്ട് മാനുഫാക്ചറിങ് ഇൻഡെക്സിൻ്റെ ഡേറ്റയും എല്ലാ പൗണ്ടിൻ്റെ നമ്മുടെ ബ്രിട്ടൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ വരുന്നുണ്ട്, ഇന്ത്യയുടെ മാനുഫാക്ചറിങ് ഡേറ്റ വരുന്നുണ്ട്, നമ്മുടെ അമേരിക്കയുടെ മാനുഫാക്ചറിങ് ഡേറ്റ, ഇതെല്ലാം വരുന്നത് കൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ഒരു പോസിറ്റീവായ ഒരു സംഗതിയിൽ മാർക്കറ്റ് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ കാലത്ത് 10:30 മണിക്കാണ് നമ്മുടെ മാർക്കറ്റിൽ ആ ഡേറ്റ വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു കാര്യങ്ങൾ നമ്മൾ ഈ വരുന്ന വീക്കിൽ പ്രതീക്ഷിക്കാം. പിന്നെ ട്യൂസ്ഡേയിൽ വലിയ ഡേറ്റ ഒന്നുമില്ല. അമേരിക്കൻ മാർക്കറ്റിൻ്റെ ഡേറ്റയിൽ കൺസ്യൂമർ കോൺഫിഡൻസ് വരുന്നുണ്ട്, പിന്നെ ഹോം സെയിൽസിൻ്റെ ഡേറ്റ വരുന്നുണ്ട്. വെനസ്ഡേയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രിട്ടീഷിൻ്റെ കൺസ്യൂമർ ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നുണ്ട്. അതേപോലെ തന്നെ വൈകിട്ടാകുമ്പോൾ നമ്മൾ അമേരിക്കൻ മാർക്കറ്റിൻ്റെ ഒന്നുണ്ട് ചെറിയ ഡേറ്റാസ് മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ എന്താണ്, വ്യാഴാഴ്ച നിങ്ങൾ നോക്കുന്ന സമയത്ത് അമേരിക്കയുടെ GDP വരുന്നുണ്ട്. ഈ വ്യാഴാഴ്ച നമ്മൾ അമേരിക്കയുടെ GDP ഡേറ്റ, അതായത് Q4 GDP ഡേറ്റയെക്കുറിച്ച് വരുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം കൂടെയാണ്. വെള്ളിയാഴ്ചത്തേക്ക് നോക്കുന്ന സമയത്ത് വെള്ളിയാഴ്ച നിങ്ങൾ നോക്കുമ്പോൾ അത്രയ്ക്ക് വലിയ ഇന്ത്യൻ ഡേറ്റാസ് ഒന്നുമല്ല. പക്ഷേ ഇന്ത്യയുടെ ബാങ്ക് ലോൺ ഗ്രോത്തും ഡെപ്പോസിറ്റ് ഗ്രോത്തും FX റിസർവ്സും വെള്ളിയാഴ്ച വൈകിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ബാങ്ക്സിൻ്റെ ഇൻഡെക്സിനെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു ഇതാണ്. ഇപ്പോൾ ഈ ആഴ്ച പറയുകയാണെങ്കിൽ അമേരിക്കയുടെ GDP ഡേറ്റയും അമേരിക്കയുടെ തന്നെ മാനുഫാക്ചറിങ്ങും ഹോം സെയിൽസ് ഡേറ്റയും വരുന്നുണ്ട്. ഇന്ത്യയുടെ ഫോറക്സ് റിസർവിൻ്റെ ഡേറ്റയും നമ്മളെ ബാങ്ക് ലോൺ ഗ്രോത്തും ഡെപ്പോസിറ്റ് ഗ്രോത്തും ഡേറ്റയും, അതുകൂടാതെ മാനുഫാക്ചറിങ്ങും സർവീസസ് PMI ഡേറ്റയും വരുന്നത്. അപ്പോൾ ഈ മാനുഫാക്ചറിങ് സർവീസസ് ഡേറ്റ നാളെ കാലത്ത് 10:30 മണിക്കും, മറ്റത് വെള്ളിയാഴ്ച വൈകിട്ടുമാണ്. അപ്പോൾ നാളെ ആ മാനുഫാക്ചർ ഡേറ്റയുടെ വച്ചായിരിക്കും നമ്മുടെ പൊതുവെയുള്ള മാർക്കറ്റിൻ്റെ ടോപ്പ്, ഇനി ഇപ്പം ഇൻട്രീം ടോപ്പ് വല്ലതും ബിൽഡപ്പ് ചെയ്യുമോ അതോ റാലി വീണ്ടും കണ്ടിന്യൂ ചെയ്യുമോ എന്നൊക്കെ നാളെ വരുന്ന ഡേറ്റ വെച്ചായിരിക്കും നമ്മുടെ മാർക്കറ്റ് വ്യക്തമായിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മൾ വ്യക്തമായി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ 30 മിനിറ്റ് ചാർട്ട് പ്രകാരം ഞാൻ വെക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും, ബാങ്ക് നിഫ്റ്റി നമ്മുടെ ബുള്ളിഷ് റെഫറൻസ് പൊട്ടി R1ഉം R2ഉം കൃത്യമായിട്ട് അടിച്ചു. അതേപോലെ നിഫ്റ്റിയും നമ്മുടെ ബുള്ളിഷ് റെഫറൻസ് പൊട്ടി R1ഉം R2ഉം വ്യക്തമായിട്ട് അടിച്ചു. ഇപ്പോൾ രണ്ടും കിടിലൻ ട്രേഡ് കിട്ടിയ ഒരു ദിവസവും കൂടെ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിൽ കടന്നു പോയത്. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ ട്രെൻഡിങ് വീക്ക് ആയിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ബാങ്ക് നിഫ്റ്റിയും ട്രെൻഡിങ് ആയിരുന്നു, ട്രെൻഡിങ് വീക്ക് ആയിരുന്നു, ട്രെൻഡിങ് ഡേ ആയിരുന്നു നിഫ്റ്റി സംബന്ധിച്ചപ്പം. നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയുടെ ട്രെൻഡിങ് വീക്ക് കണ്ടിന്യൂ ചെയ്യുമോ ഇല്ലയോ, അതോ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളതും ബാക്കി എല്ലാം നമുക്ക് നോക്കി കൃത്യമായിട്ട് അത് ചെയ്യാം. നിങ്ങൾ നോക്കുമ്പോൾ പറയാം നിഫ്റ്റി ഒരു ട്രെൻഡിങ് വീക്ക് ആയിരുന്നു. POCക്ക് മെർജ് ചെയ്യാൻ സമയം കൊടുത്തിട്ടില്ല. 23,262 ഭാഗത്താണ് POC നിൽക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയുടെ POC നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ട്രെൻഡ് അപ്പ് ഡേ ആയിരുന്നു എൻ്റെ 23,268 നിഫ്റ്റിയുടെ POC. 23,268 നമ്മുടെ നിഫ്റ്റിയുടെ POC വരുന്നത്. 23,268 നമ്മുടെ നിഫ്റ്റിയുടെ POC വന്നിരിക്കുന്നത്. ട്രെൻഡിങ് വീക്കിൻ്റെ POC, ട്രെൻഡ് ഡേയുടെ POC ആയിരുന്നു. വെള്ളിയാഴ്ച ട്രെൻഡ് ഡേ ആയിരുന്നു. സോ ആ POC ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ POC മാർക്ക് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് വ്യക്തമായി നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പം നമുക്ക് അറിഞ്ഞാൽ മാത്രമേ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 23,268 നമ്മളെ POC വന്നിരിക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ വ്യക്തമായി പറയുകയാണെങ്കിൽ ഇന്നലെ വന്ന 23,385 മുകളിൽ ഞാൻ ബൈ എടുക്കും നിഫ്റ്റിയിൽ. 23,385 എന്നെ സംബന്ധിച്ചുള്ള നിഫ്റ്റിയുടെ ബുള്ളിഷ് റെഫറൻസ്. സ്പോട്ട് മാർക്കറ്റിലാണ് 23,385. അതിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു ബൈയിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. ആ ബൈയിങ് വീണ്ടും ഫ്രഷ് എൻട്രിയിലേക്കും ബാക്കിയുള്ള കാര്യങ്ങളിലേക്കും തരാനുള്ള ചാൻസ് കൂടുതലാണ്. 385 മുകളിൽ മാർക്കറ്റ് നിൽക്കുമ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 23,423 ഭാഗത്തേക്ക് പോയി. എത്രയാണ്? 23,425 ഭാഗത്തേക്ക് ഞാനൊരു ടൗൺ നമ്പർ വെച്ചു. പക്ഷെ ആ ഒരു ഭാഗത്തേക്ക് ചെറിയൊരു ഇത് ഉണ്ടെങ്കിൽ കൂടി നമുക്ക് നോക്കേണ്ട നിഫ്റ്റി സംബന്ധിച്ചില്ല. 23,441 ഭാഗത്തേക്ക് പോകും. അതാണ് കുറച്ചും കൂടെ ഈസിയാണ്. സോ 23,442 എന്ന് പറഞ്ഞാൽ ഈ POCയുടെ ഭാഗത്തേക്ക്, പഴയ POC ആണ്, പഴയ POCയുടെ ഭാഗത്തേക്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതാണ് എന്നെ സംബന്ധിച്ചുള്ള R1 എന്ന് പറയുന്നത്. അപ്പോൾ 23,385 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 23,442 ഭാഗത്തേക്ക് പോകാനും, അതിന് മുകളിൽ നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ എവിടെ വരെ പോവാം? നിഫ്റ്റിയെ സംബന്ധിച്ച് അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ
നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആകും. പ്രത്യേകിച്ച് പറഞ്ഞാൽ 23,442 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഫ്രഷ് മൂവ്മെന്റ് നിഫ്റ്റിക്ക് ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഇന്നലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ മാർക്കറ്റ് ഈ ഭാഗത്ത് വന്ന് അവിടെ നിന്ന് തടിച്ച് താഴേക്ക് ഇറങ്ങി വന്നതാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ നോക്കുമ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും ആ പ്രൊഫൈലിൻ്റെ ഭാഗത്തേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കേണ്ട 23,442 മുകളിൽ നിൽക്കുകയാണെങ്കിൽ നിഫ്റ്റി എങ്ങോട്ട് പോകും? നിഫ്റ്റിയെ സംബന്ധിച്ച് പഴയ പി ഒ സികൾ ഇഷ്ടംപോലെ നിഫ്റ്റിയിൽ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് ഏതൊക്കെയാണ് ആ പി ഒ സി എന്നും അത് വ്യക്തമായി നമുക്ക് നോക്കിയിട്ട് ബാക്കിയുള്ള ഒരു ലെവലിലൊക്കെ കൃത്യമായ രീതിക്ക് നമുക്ക് എടുക്കാം. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് ഞാനൊന്ന് ചാർട്ട് റിഫ്രഷ് ചെയ്യാൻ കൊടുത്തു. അപ്പോൾ റിഫ്രഷ് ചെയ്യാൻ കൊടുത്തോട്ട് ഏറ്റവും ഒന്നും മുകളിലോട്ട് ലോഡ് ആവുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ചാർട്ടിന് എന്ത് ചെയ്ത് റിഫ്രഷ് ചെയ്യാൻ കൊടുത്തത്. അപ്പോൾ നിഫ്റ്റി 23,382 മുകളിൽ നിൽക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഏതാണ് നമ്മൾ ഈ വന്ന് കയറുന്നത് ഈ പി ഒ സിയുടെ ഭാഗത്താണ് നിഫ്റ്റി വന്ന് കയറുന്നത്. ഏത് ദിവസത്തെ പി ഒ സി ആണ്? നമ്മുടെ ഈ ഏതാണ് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നിഫ്റ്റി സംബന്ധിച്ച് ഈ 10 ഫെബ്രുവരിയുടെ ആ പി ഒ സിയുടെ ഭാഗത്തേക്കാണ് നമ്മൾ വരാൻ പോകുന്നത്. സോ അതിന് മുകളിൽ മാർക്കറ്റ് പൊട്ടുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് പുതിയ ഹൈ, അതായത് ആ ദിവസം അടിച്ചിറങ്ങി വന്നിട്ടുള്ള ഏരിയ ആയ 23,452 അതിന് മുകളിൽ ആ ഒരു ദിവസത്തെ പി ഒ സി കണ്ടോ, ആ ഒരു സിംഗിൾ പ്രിന്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ എത്ര 23,568 ഇതാണ് ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് അന്ന് അടിച്ചിറങ്ങി. അപ്പോൾ 23,442 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ 23,507 ഈ സിംഗിൾ പ്രിന്റ് ഹാഫ് ബാക്കിൻ്റെ ഭാഗത്ത് 23,507 സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 23,507 R2 എന്ന് പറഞ്ഞാൽ 23,507 ഭാഗത്തേക്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതാണ് ഞാൻ വരയ്ക്കുന്നതിന് അപ്പുറത്തേക്ക് മൂവ്മെന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കുറച്ചിട്ട് ഒരു ടയേർഡ്നെസ് മാർക്കറ്റിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മുകളിൽ നിന്ന് ഇറങ്ങി താഴേക്ക് അടിച്ച് തിരിച്ച് നമ്മൾ താഴേക്ക് വന്നത്. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് 23,385 മുകളിൽ ബുള്ളിഷ് റെബലൻസ് വീണ്ടും സ്റ്റാർട്ടീവ് ആവും. 23,442 23,507 ഭാഗത്തേക്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് താഴേക്ക് വന്നാൽ നമുക്ക് വീണ്ടും നമുക്കറിയാമല്ലോ, നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ബെയറിഷ് റെഫറൻസ് തുടങ്ങുന്നത് തന്നെ ഈ 270 ആണ്. എന്നെ സംബന്ധിച്ച് 23,230 താഴെ മാത്രമേ ഞാൻ സെല്ല് എടുക്കുന്നുള്ളൂ. അതായത് നമ്മുടെ ഈ ഒരു പി ഒ സി 23,230 താഴെ മാത്രമേ ഞാൻ ഒരു ബെയറിഷ് റെഫറൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു. 23,230 താഴെ മാത്രമേ ഞാൻ സെല്ലിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അതാണ് എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ്. അതിന് താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു സെൽ ഓഫും ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ചാൻസും കാണാം. അതിന് താഴെ ഫസ്റ്റ് നിൽക്കുകയാണെങ്കിൽ അവ നേരെ എങ്ങോട്ട് വരും? ഫസ്റ്റ് കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ 23,180 ഭാഗത്തേക്ക് നമ്മൾ കഴിഞ്ഞ വ്യാഴാഴ്ച ക്ലോസ് ചെയ്ത ഭാഗമായി 23,180 23,180 എന്നെ സംബന്ധിച്ചുള്ള S1 23,180. അതിന് താഴെ അടുത്ത നിൽക്കുമ്പോൾ എവിടെ വരാം? അതിന് താഴെ അടുത്ത് നിൽക്കുമ്പോൾ 180 താഴെ നിൽക്കുകയാണെങ്കിൽ തിരിച്ച് വീണ്ടും 132 എന്ന് പറഞ്ഞാൽ ഈ 130 130 താഴെ നമ്മുടെ പി ഒ സി 23,130 S2. അതിന് താഴെ ഏത് പി ഒ സിയുടെ ഭാഗത്തേക്ക് പോവാം? S2 താഴെ നേരെ വന്നാൽ നമ്മളെ കഴിഞ്ഞ വ്യാഴത്തെ പി ഒ സി ആയ 23,094 ഭാഗത്തേക്കും വരാം. 23,094 ഭാഗത്തേക്കും S3 ഞാൻ വരച്ചു. കാരണം ചിലപ്പോൾ പൊട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ആ ഭാഗത്തേക്ക് മറ്റേ ചെറിയൊരു ഷടയുന്നൊരു ട്രിപ്പ് തരാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്. അപ്പം 23,385 മുകളിൽ സ്പോട്ട് നിൽക്കുകയാണെങ്കിൽ 23,442 23,507 ഭാഗത്തേക്കും, ഇല്ല 23,230 താഴെ വരികയാണെങ്കിൽ 23,180 130 23,094 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ട ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റി ആയിരുന്നു കഴിഞ്ഞ ദിവസം 1% മുകളിൽ അപ്പായിരുന്നു. കിട്ടില്ല ഒരു ബ്രേക്കൗട്ട് എന്ന ദിവസവും കൂടെ ആയിരുന്നു. പലരുടെയും പോൾ ആൻഡ് ഫ്ലാഗും അങ്ങനെയുള്ള പല ടെക്നിക്കൽ ബ്രേക്കൗട്ടൊക്കെ മാർക്കറ്റ് തന്ന ഒരു ദിവസം കൂടെ ബാങ്ക് നിഫ്റ്റി കടന്നുപോയത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ വെള്ളിയാഴ്ചത്തെ പി ഒ സി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും, ട്രെൻഡിങ് അപ്പ് ആയിരുന്നു. പി ഒ സി നിന്ന് 50,205 ഭാഗത്താണ് പി ഒ സി നിൽക്കുന്നത്. ട്രെൻഡിങ് അപ്പ് വിത്ത് പി ഒ സി 50,275 ഭാഗത്താണ് ബാങ്ക് നിഫ്റ്റി. അപ്പോൾ പി ഒ സി ട്രെൻഡിങ് ആണ്. ട്രെൻഡിങ് ഡേ ആയിരുന്നു. ട്രെൻഡിങ് ഡേ ആയതുകൊണ്ട് പി ഒ സി വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. സോ ഈ ഭാഗത്തേക്ക് മാർക്കറ്റ് റിട്രേസ്മെന്റ് തരാണെങ്കിൽ നമുക്ക് ബൈ എടുക്കാം. സോ 50,000 ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ബൈ എന്ന് പറഞ്ഞാൽ 50,680 മുകളിൽ മാത്രമേ നിങ്ങൾ ഇനി ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ 50,000 എന്നെ സംബന്ധിച്ച് ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 50,675 50,675 മുകളിൽ മാത്രം നിങ്ങൾ ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ പുതിയ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് തരാം. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ബാങ്ക് നിഫ്റ്റി എങ്ങോട്ട് പോകും? അതിന് മുകളിൽ ബാങ്ക് നിഫ്റ്റി സത്യം പറഞ്ഞാൽ 50,250 മുകളിൽ ബാങ്ക് നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ ഇവിടം വരെ വരാം 51,285 വരാനുള്ള ചാൻസ് പി ഒ സി ടു പി ഒ സി മൈഗ്രേഷൻ വരുന്ന സമയത്ത് വളരെ കൂടുതലാണ്. അപ്പോൾ ഞാൻ ഈ പി ഒ സികളൊക്കെ ഒന്ന് നോക്കാം. നമ്മളിപ്പോൾ ഏത് പ്രൊഫൈലിൽ നിൽക്കണം ആ പ്രൊഫൈലിൻ്റെ ഭാഗത്തേക്ക് നമുക്കൊന്ന് പോകണം. നമ്മളിപ്പോൾ നിൽക്കുന്ന ഏതാണ്? കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ പ്രൊഫൈലായ
6-ാം തീയതി ഫെബ്രുവരിയുടെ പ്രൊഫൈൽ ആ ദിവസത്തെ POCക്ക് മുകളിൽ കട്ട് ചെയ്ത് അവൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ 50,650 അടുപ്പിച്ചൊക്കെയാണ് ക്ലോസ് ചെയ്യണം. അപ്പോൾ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് അടുത്ത നമ്മൾ ബാക്കിൽ എങ്ങോട്ടാണ് പോകുന്നത്? ബാങ്ക് നിഫ്റ്റി പോകുന്നത്, പിന്നെ നമ്മൾ പോകുന്നത് നിങ്ങൾ നോക്കിയാൽ ഇവിടെ ഒന്നും ആ ലെവൽ വന്നിട്ടില്ല. പിന്നെ വരുന്നതൊക്കെ നിങ്ങൾ നോക്കിയാൽ ബാക്കിൽ പോകുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇത് 3-1 ജാനുവരി 3-ാം തീയതി ജാനുവരി 6-ാം തീയതി വന്ന പ്രൊഫൈലിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ എൻ്റർ ആവുകയാണ്. ജാനുവരി 6-ന് ഒരു ട്രെൻഡിങ് ഡൗൺവേർഡ് പ്രൊഫൈലായിരുന്നു, അവിടെ നിന്ന് അടി തുടങ്ങി. സോ ആ ദിവസത്തെ സി പീരീഡിൻ്റെ ഭാഗത്തേക്ക് വരാം. സി സൈഡിൽ വന്ന 50,827 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് അപ്പോൾ 50,600 മുകളിൽ എത്രയാണ്? 50,827 ഭാഗത്ത് 5827 ആണ് എന്നെ സംബന്ധിച്ചുള്ള R1. അത് ഞാനൊന്ന് മാർക്ക് ചെയ്യുക. വളരെ അടുത്താണ്, പക്ഷെ അത് സെല്ലിങ് അവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വരാം. ഫസ്റ്റ് R1 അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ കൃത്യമായി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഹൈ 51,000 R2 എന്ന് പറയുമ്പോൾ 51,000 ഭാഗത്തേക്കും അതിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ ഈ POC, അതായത് നമ്മൾ പറഞ്ഞാൽ ജാനുവരിയുടെ POC ആയ 51,288 ഭാഗത്തേക്കും വരാം. 51,288 എന്ന് പറഞ്ഞാൽ ഈ ഒരു R3യുടെ ഭാഗത്തേക്കും വരാം. വ്യക്തമായി ഞാൻ പറയുന്ന കാര്യം ഓർത്തോളൂ. 50,250 മുകളിൽ മാർക്കറ്റ് നിൽക്കുന്നത്തോളം കാലം ഈ POCയുടെ ഭാഗത്തേക്ക് ഒരു റിട്രേസ്മെന്റ് ചെയ്യാനുള്ള ശ്രമം നടത്തും. 51,288 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് താഴേക്ക് പൊട്ടി വന്ന് എങ്ങോട്ട് പോകണം നോക്കുമല്ലോ. താഴേക്ക് പൊട്ടി വരുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് കൃത്യമായി പറയാൻ ബാങ്ക് നിഫ്റ്റി 49,959 താഴെ മാത്രമേ ഞാൻ ഈ സെല്ലുള്ളൂ. ഇപ്പം നമ്മളെ POC ഇതാണേ. കൃത്യമായി പറയണേ 50,246 5200 50,200 താഴെ ഒരു ബുള്ളിഷ് ബെയറിഷ് ചെറിയ ബെയറിഷ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. 50,200 താഴെ ചെറിയൊരു ബെയറിഷ് ബാങ്ക് നിഫ്റ്റിക്ക് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ POCക്ക് താഴെ നിൽക്കുകയാണെങ്കിൽ ആ ചെറുതായി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. 50,200 താഴെ നിൽക്കുമ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ കൃത്യമായി പറയുകയാണെങ്കിൽ 49,963. നമുക്ക് 49,963 ഭാഗത്തേക്ക് പോകാൻ നമ്മൾ S1 സപ്പോർട്ട് 1 S1 ഭാഗത്തേക്ക് വരാനും അതിന് താഴെ ബാങ്ക് നിഫ്റ്റി നിൽക്കുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ POC 19,3 POC ആയ അത് താഴെ നിൽക്കുമ്പോൾ 49,760 S2 എന്ന് പറയുമ്പോൾ 49,760 49,760. അതിന് താഴെ S3 എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ 19,3 POC ആയ 49,563 ഭാഗത്തേക്ക് വരാം. 49,563 ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റിക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ 50,200 പൊട്ടുകയാണെങ്കിൽ അവൻ താഴേക്ക് ഇറങ്ങാനും 49,963 49,760 49,563 ഭാഗത്തേക്ക് വരാനും 50,675 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 50,827 51,000 51,288 എന്ന് പറഞ്ഞ ആ ഒരു POCയുടെ ഭാഗത്തേക്ക്, അതായത് 3 ജാനുവരിയുടെ POCയുടെ ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് വളരെ കൂടുതലാണ്. സോ കഴിഞ്ഞ ആഴ്ച നല്ല കിഡിലൻ ട്രേഡിംഗ് ഡേ ആയിരുന്നു കഴിഞ്ഞ നമ്മുടെ വീക്കിലേക്ക് കടന്നുപോയത്. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുകയും ചെയ്യുക. അതുകൂടാതെ നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കത് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ വ്യൂ കാണുന്നതും നിങ്ങൾക്ക് തരുന്ന കമൻറ്റും ഷെയറും അതൊക്കെയാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു പോസിറ്റീവ്നെസ്. സോ അത് വരുമ്പോൾ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാനും നിങ്ങൾക്ക് കുറച്ചും കൂടെ പ്രയോജനപ്പെട്ട രീതിയിൽ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള എൻ്റെ 23 വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരാനുള്ള ഒരു സെറ്റപ്പിലേക്ക് എനിക്ക് പുതിയ വീഡിയോസ് ചെയ്യാനും ദൈവം സഹായിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളത് പറഞ്ഞത്. നിങ്ങളുടെ കമൻറ്റും ലൈക്കും ഷെയറും എനിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ദയവായി അത് നൽകുക. ഇപ്പം ഈ വരാൻ പോകുന്ന ഈ ഏപ്രിലിൽ നമ്മൾ ഈ ട്രിവാൻഡ്രത്ത് വെച്ച് ഒരു ഡെസ്റ്റിനേഷൻ ട്രേഡിംഗ് ക്ലാസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. 2 ദിവസം, ഒരു ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ. ഫ്രൈഡേ ട്രേഡിങ്ങിനും സാറ്റർഡേ ഒരു ഉച്ചവരെ നമ്മുടെ ഒരു ക്ലാസ്സിനും ഉച്ചയ്ക്ക് ശേഷം ചെറിയൊരു ഒരു ഗെറ്റ് ടുഗദർ നമ്മൾ ഏതെങ്കിലും ഒരു ഇപ്പോൾ പ്ലാൻ ചെയ്യുന്ന പൊന്മുടിയുടെ ഭാഗത്തുള്ള ഏതെങ്കിലും ചെറിയൊരു റിസോർട്ടിൽ കുറച്ച് പേരെ നമ്മൾ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുള്ളൂ. വലിയ ലാർജ് കമ്മ്യൂണിറ്റി ഒന്നും പറ്റില്ല, കാരണം അത്രയും പേരെ ക്രൗഡ് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഒരു 10-30 പേര് അടങ്ങുന്നൊരു കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ മാക്സിമം പോയ 40 പേര് അടങ്ങുന്നൊരു കമ്മ്യൂണിറ്റി നമ്മളൊരു ഈ വരുന്ന ഏപ്രിലിൽ
ഈസ്റ്റർ എല്ലാം കഴിഞ്ഞിട്ട് ഒരു ദിവസം പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബ്രോഷേഴ്സും ഡീറ്റെയിൽസൊക്കെ അതിന് ശേഷം വരുന്നതാണ്. അതുകൂടാതെ നമ്മുടെ ട്രേഡിംഗ് ഫ്ലോറിൽ ഇപ്പോൾ ഒരു 3 വേക്കൻസി പുതിയതും കൂടെ വന്നിട്ടുണ്ട്. അപ്പം ആ 3 വേക്കൻസിയും കൂടെ ആർക്കെങ്കിലും നിങ്ങൾക്ക് ട്രിവാൻഡ്രത്തുള്ളവരാണ്, നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ട്രേഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ആ ഒരു ഇഷ്യൂസും നിങ്ങൾക്ക് ഒരുമിച്ച് ട്രേഡ് ചെയ്യുന്ന ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ദയവായിട്ട് നിങ്ങൾ വരിക. ഇവിടെ വന്ന് നിങ്ങൾക്ക് ഒരു മാസം ഇരിക്കുക. വീട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ആണോ ഇല്ലയോ, നിങ്ങൾക്ക് ക്ലിയർ ആവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ട്രേഡ് ചെയ്യാം. സോ ട്രേഡിംഗ് ഫ്ലോറിൽ എല്ലാവർക്കും വെൽക്കം. അതുകൂടാതെ എൻ്റെ ഓഫ്ലൈൻ ബാച്ച്, ഓൺലൈൻ ബാച്ച്, മാർക്കറ്റ് പ്രൊഫൈലും വാട്ടർ ഫ്ലോയും വെച്ച് എങ്ങനെ ട്രേഡ് ചെയ്യണം, സ്കാൽപ്പ് ചെയ്യാൻ എന്തൊക്കെ മെത്തേഡ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ പുതിയൊരു ബാച്ച് ഈ വരാൻ പോകുന്ന നെക്സ്റ്റ് സാറ്റർഡേ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അതിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ കുറച്ച് ലിമിറ്റഡ് 10 പേരിലടങ്ങുന്ന ഒരു ബാച്ച് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അതായത് വലിയ അവരെ പഠിപ്പിക്കുക, അവർ 3 മാസം അവരെ കൂടെ ഒന്ന് ട്രേഡ് ചെയ്യിപ്പിച്ച് അവരെ ഒന്ന് സിസ്റ്റം ഡെവലപ്പാക്കി അവരൊരു ട്രേഡിംഗ് സെറ്റപ്പ് ആക്കി കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ അടുത്ത ബാച്ച് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഒരു കഴിഞ്ഞ ഡിസംബറിൽ എടുത്ത ബാച്ച് ഇപ്പം കഴിഞ്ഞു. ഈ ലാസ്റ്റ് വീക്ക് ആകുമ്പോൾ അവരത് കഴിയും. സോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഓരോ 3 മാസത്തെ ബാച്ച് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പം അത് കുറച്ചും കൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് ട്രേഡിംഗ് ലൈവായിട്ട് നിങ്ങൾക്ക് ട്രേഡിംഗ് സപ്പോർട്ട് തരികയും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇരുന്ന് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സപ്പോർട്ട് നൽകാൻ എനിക്ക് പറ്റും. അല്ലാതെ നിങ്ങൾക്ക് എല്ലാ മാസവും ഞാൻ ബാച്ച് എടുക്കുന്നത് എല്ലാവർക്കും ഒരു അറ്റൻഷൻ കൊടുക്കാൻ പറ്റില്ല. സോ ഓഫ്ലൈൻ ബാച്ചും ഓൺലൈൻ ബാച്ചും തുടങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ ബാച്ചിൽ തന്നെ കയറാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കയറുക. എല്ലാ ട്രിവാൻഡ്രത്ത് വന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ കൂടെ വന്ന് ട്രേഡ് ചെയ്ത് പഠിക്കുക, ഒരുമിച്ചിരുന്ന് പഠിക്കാം. അതിനും നിങ്ങൾക്ക് വെൽക്കം. സോ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തമിഴിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാവർക്കും നല്ലൊരു ശുഭ ഞായറാഴ്ച നേർന്നുകൊണ്ട് ഈ വീഡിയോയിൽ സൈൻ ഓഫ് ചെയ്ത് നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഹാപ്പി സൺഡേ ടു ഓൾ ഓഫ് യു.